ഇന്ത്യയിലെ പൂനെ എന്ന സ്ഥലത്ത് കണ്ടുപിടിച്ച ഒരു കളി ഇന്ന് അങ്ങനെ ലോകമെമ്പാടും കളിക്കുന്ന ബാഡ്മിന്റൺ കളിയായി മാറി. അപ്പോൾ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് കഥകൾ കേൾക്കാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. 2000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഷട്ടിൽ കോർക്ക് ഉപയോഗിച്ചുള്ള കളികൾ ചൈനയിൽ ഉണ്ടായിരുന്നു. ടി ജിയാൻ സി എന്നായിരുന്നു ഈ കളിയുടെ പേര്. ഷട്ടിൽ കോർക്ക് കാല് ഉപയോഗിച്ച് താഴെ വീഴാതെ തട്ടണം. ഇതായിരുന്നു ഈ കളിയുടെ നിയമം. അവർ ഷട്ടിൽ കോർക്ക് നിർമ്മിച്ചത് തൂവല് കൊണ്ടായിരുന്നു. പിന്നീട് റോമിലും ഗ്രീസിലും ബാറ്റിൽ ഡോർ ആൻഡ് ഷട്ടിൽ കോക്ക് എന്ന കളി ജനപ്രിയമായി. ഷട്ടിൽ കോർക്ക് താഴെ വീഴാതെ റാക്കറ്റ് കൊണ്ട് തട്ടണം. ഇതാണ് ഈ കളിയുടെ നിയമം. വുഡൻ റാക്കറ്റ് ആയിരുന്നു ഇവർ ഇതിനു വേണ്ടി ഉപയോഗിച്ചിരുന്നത്. ഈ ഗെയിമാണ് പിന്നീട് യൂറോപ്പിലേക്കും ഇന്ത്യയിലേക്കും വ്യാപിച്ചത്. 1860-ൽ ഇന്ത്യയിലെ പൂനെയിലുള്ള ബ്രിട്ടീഷ് ഓഫീസർമാർ ഈ ഗെയിം പുതിയ രീതിയിൽ കളിക്കാൻ തുടങ്ങി. അവർ ഷട്ടിൽ കോക്കും റാക്കറ്റും നടുവിൽ ഒരു നെറ്റും ഉപയോഗിച്ചാണ് ഈ കളി കളിച്ചത്. ഇന്ന് നാം കാണുന്ന ബാഡ്മിന്റൺ റൂളുകൾ ഇവർ നിർണയിച്ചതാണ്. ഇന്ന് പൂനെ എന്ന സ്ഥലം അന്ന് പൂന എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അതുകൊണ്ട് പൂനെയിൽ ബ്രിട്ടീഷുകാർ കളിച്ച ഈ കളിക്ക് പൂന എന്നാണ് വിളിച്ചിരുന്നത്. പിന്നീട് 1873-ൽ അവർ ഈ ഗെയിമിനെ ഇംഗ്ലണ്ടിലെ ബാഡ്മിന്റൺ ഹൗസ് എന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആ സ്ഥലത്ത് കളിച്ച പൂനെ എന്ന ഗെയിം ബാഡ്മിന്റൺ എന്ന പേരിൽ അറിയപ്പെട്ടു. 1877-ൽ ബാഡ്മിന്റന്റെ ആദ്യത്തെ ഔദ്യോഗിക റൂൾ എഴുതപ്പെട്ടു. 1992 ബാഴ്സലോണയിൽ നടന്ന സമ്മർ ഒളിമ്പിക്സിൽ ബാഡ്മിന്റനെ ഒളിമ്പിക്സ് ഗെയിമായി ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നുണ്ടായ ലോകമെമ്പാടും എത്തിയ ബാഡ്മിന്റന്റെ കഥ. അപ്പോൾ ഇതുപോലുള്ള ഗെയിംസിന്റെ ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഗെയിംസ് ഒന്ന് കമന്റ് ചെയ്യുക. സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.